ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹംടഗ്രാഫിക്സ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള വാട്സപ്പ് സ്റ്റാറ്റസ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പം ആ ഒരു ട്രിക്കിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കൊണ്ട് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് വാട്സപ്പിലൂടെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള സ്റ്റാറ്റസ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പം നമുക്കറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റാറ്റസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കംപ്രസ് ചെയ്തിട്ട് ലോ ക്വാളിറ്റിയിലായിട്ടായിരിക്കും ആ ഒരു സ്റ്റാറ്റസ് അപ്ലോഡ് ആവുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എത്ര നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള വീഡിയോയും ഇതുപോലെ സ്റ്റാറ്റസ് ആക്കി വെച്ചാൽ അതെന്തായാലും വാട്സപ്പ് അത് കംപ്രസ് ചെയ്തിട്ട് ലോ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സ്റ്റാറ്റസ് ആക്കിയിട്ടേ അത് കാണിക്കത്തുള്ളൂ. കൂട്ടുകാർക്ക് ഇവിടെ കാണാൻ സാധിക്കും, നമ്മൾ ഒരു സ്റ്റാറ്റസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്വാളിറ്റി കംപ്രസ് ആയിട്ടുണ്ട്. നമുക്ക് അറിയാൻ സാധിക്കും ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ആ ഒരു വീഡിയോ ഇതുപോലെ ക്വാളിറ്റി കംപ്രസ് ചെയ്തിട്ടാണ് വാട്സപ്പ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇത് മാറ്റിയിട്ട് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള സ്റ്റാറ്റസ് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. അതിന് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ്റെ ഒന്നും സഹായം തേടേണ്ട. അതുപോലെ വാട്സപ്പിൽ ഇപ്പോൾ തൽക്കാലം ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള സ്റ്റാറ്റസ് ഇടാനുള്ള ഒരു ഓപ്ഷൻ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുമില്ല. എന്നാൽ ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ച് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഓൺ ചാറ്റ് ഉണ്ടല്ലോ, നമ്മളുടെ സ്വന്തമായിട്ടുള്ള ആ ഒരു ചാറ്റ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇവിടെ നമ്മളിപ്പോൾ സ്റ്റാറ്റസ് ആക്കി വെക്കാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ ഏതോ അത് സെലക്ട് ചെയ്യാം. ആ ഒരു വീഡിയോ ഇതുപോലെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ദാ ഇവിടെ മുകളിലായിട്ട് കുറച്ച് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇവിടെ HD എന്നതിൽ ടാപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഏതാണ്ട് വീണ്ടും 2 ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ ഹൈ ക്വാളിറ്റി HD ക്വാളിറ്റി എന്നതുള്ളത് ചൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ആ ഒരു വീഡിയോ ഹൈ ക്വാളിറ്റിയിലായിട്ടുണ്ട്. അതായത് ആ ഒരു വീഡിയോ നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ ക്വാളിറ്റി കുറച്ചിട്ടല്ല, ഹൈ ക്വാളിറ്റി ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു വീഡിയോ ഇപ്പോൾ സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾ ഇതൊന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഹൈ ക്വാളിറ്റി ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങളുടെ ഈ ഒരു അക്കൗണ്ടിലോട്ടല്ല, നിങ്ങളുടെ ഫ്രണ്ട്സിലോ ആർക്കെങ്കിലും ഇത് അയച്ചു കൊടുക്കണമെങ്കിൽ ഇത്തരത്തിൽ ഹൈ ക്വാളിറ്റി ആയിട്ട് അയച്ചു കൊടുത്താലും മതി. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതുപോലെ ഹൈ ക്വാളിറ്റി ആയിട്ട് ആ ഒരു വീഡിയോ അയച്ചതിന് ശേഷം ഇവിടെ ഫോർവേഡ് ഐക്കൺ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ മൈ സ്റ്റാറ്റസ് കാണാൻ സാധിക്കും. അപ്പം മൈ സ്റ്റാറ്റസ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കിത് സെൻഡ് ചെയ്യാം. അപ്പം ആ ഒരു വീഡിയോ നമ്മുടെ സ്റ്റാറ്റസായി മാറുന്നുണ്ട്. ഓക്കെ, ആ ഒരു വീഡിയോ സ്റ്റാറ്റസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ അത് സ്റ്റാറ്റസ് ആയി കഴിഞ്ഞു. ഇനി നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതുകൊണ്ട് ആ ഒരു വീഡിയോയുടെ ക്വാളിറ്റി അതേപോലെ തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കൂട്ടുകാർക്ക് കൂടെ കാണാൻ സാധിക്കും. ആ ടെക്സ്റ്റൊക്കെ കണ്ടോ, ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ടെക്സ്റ്റൊക്കെ നല്ല രീതിയിൽ കാണാൻ സാധിക്കും. എന്നാൽ നമ്മൾ ആദ്യം ആ ഒരു വീഡിയോയുടെ ടെക്സ്റ്റൊക്കെ നോക്കിയാൽ തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിൻ്റെ ക്വാളിറ്റി ഒന്ന് ജസ്റ്റ് കോംപ്രസ് ആയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മൾ ഹൈ ക്വാളിറ്റി ആയിട്ട് സെറ്റ് ചെയ്തിട്ടിരിക്കുന്ന ആ ഒരു വീഡിയോയുടെ ക്വാളിറ്റി കംപ്രസ് ആയിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇവിടെ ഇന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് സ്റ്റാറ്റസ് ആക്കി ഇടാൻ സാധിക്കുന്നത്. അപ്പം ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേറൊരു ആപ്ലിക്കേഷൻ്റെ സഹായം കൂടാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് ഹൈ ക്വാളിറ്റി ആയിട്ട് തന്നെ ഇടാൻ സാധിക്കുന്നതാണ്. ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ ആ ക്വാളിറ്റി കംപ്രസ് ചെയ്യാതെ ഹൈ ക്വാളിറ്റിയിലായിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് ഇടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ട്രിക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇത് വർക്ക് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.